ഡേ ഓഫ് മൈ ലൈഫിലെ രണ്ടാമത്തെ പാർട്ട് നമ്മളിനി ഇടാൻ പോവുകയാണ്. അപ്പോൾ വല മീൻ പിടിക്കാൻ പോണ സംഭവമാണ് വല. അത് വീശുവല ഒന്ന്, ഓരോ വലയൊക്കെ ഓരോ നമ്പറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തെളിവലയായിട്ടാണ് പോണത്. തെളിവല എന്ന് പറയുമ്പോൾ നമ്മുടെ വലകളിൽ ഏറ്റവും വലിയ വലയാണിത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. മറ്റേ ഫേസ്ബുക്കിൽ കാണുന്നതിന് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ വല മടക്കുമ്പോൾ അതിൻ്റേത് രീതിക്ക് നമ്മൾ കണ്ടില്ലേ, ആ ഒരു സംഭവത്തിൽ മടക്കിയിട്ട് വേണം നമ്മൾ കയ്യിൽ കയറ്റി പോകാനായിട്ട്. പിന്നെ ഇത് 5.5 കിലോ ഈ ഉണ്ട് കേട്ടോ. ഇതുമേ ഇത് എടുത്ത് വീശി പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. വളരെ ഭംഗിയിൽ നമ്മൾ മടക്കി നമ്മുടെ ആവശ്യാനുസരണം വേണമെങ്കിൽ 2 മടക്ക് മടക്കിയിട്ട് ഇടാം കേട്ടോ. ഞാൻ വെറുതെ ഒറ്റ മടക്ക് മടക്കിയിട്ട് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ ജസ്റ്റ് വെക്കണമല്ലോ. കണ്ടോ, ഇത് നല്ല പക്കലാണ്. ഇതിലൊരു മാക്സിമം ഒരു 10-12 കിലോൻ്റെ കട്ട്ലൈൻ ഇതൊക്കെ റോക്കൊക്കെ നമുക്ക് പിടിച്ചേട്ടോ. ഒതുക്കാൻ അറിയണം, വലയിൽ ഒതുക്കി കയറ്റാറിയണം. അല്ലാത്ത പണിയാണ്, മനസ്സിലായോ? വല കറക്റ്റായി നമ്മൾ വെച്ചു. ഇത് മനസ്സിൽ എല്ലാവരും ധ്യാനിച്ചുകൊണ്ട് ഒരു തൊട്ടുകളിലൊക്കെ വെച്ചു. പറ്റുകയാണെന്നുണ്ടെങ്കിൽ മീൻ കിട്ടണേ ഭഗവാനെന്ന് പറയാം. മീനുകളും പ്രാർത്ഥിക്കും നന്നായിട്ട്. ഇതുപോലുള്ള വലകളിൽ കുടുങ്ങല്ലേ, മനസ്സിലായോ? നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മളെ മീനിന് ഇടുന്ന കുണ്ട വലയാണിത്. അതേ വലിയ മീൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ വെക്കണം. ഇത് കയറ് വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ചുരുങ്ങാണ്ടോ, അങ്ങനെ ചുരുങ്ങും. അത് നമ്മൾ നിവർത്തും ചെയ്യാം, ആവശ്യാനുസരണം അങ്ങനെ നിവർത്തും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൈ പിടിച്ചിട്ടുണ്ട്. അത് നമ്മളതിനകത്ത് വെച്ചിട്ടുണ്ട്. കുടിക്കാൻ വെള്ളം കുപ്പി എടുക്കണമെന്ന് വെള്ളം കുപ്പി എടുത്തിട്ട് അത് വയ്ക്കും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങിയതിന് ശേഷം പുഴയിൽ കാണാം. പിന്നെ നമ്മൾ മീൻ പിടിക്കാൻ വരുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. നല്ല അടിപൊളി വൈബാണ് ഇവിടെ. ഒരു പ്രത്യേക തര എനർജറ്റിക് മൈൻഡ് നമുക്ക് കണ്ടു വരും. ഒന്ന് റിലാക്സേഷനൊക്കെ ഇടയ്ക്കൊന്ന് ഈ ഭാഗത്തേക്ക് വരുമ്പോഴൊക്കെ നല്ലതാണ്. റിലാക്സേഷൻ വരുമ്പോൾ മൊന്തയിൽ കൂടെ പോരുത്, അവിടെ പാമ്പുണ്ടാവും, അത് ശ്രദ്ധിക്കണം. അപ്പോൾ മഞ്ഞ് ഇറങ്ങിയാണ് കണ്ടോ നിങ്ങൾക്ക്, കണ്ടോ ആ തലയ്ക്കുന്ന മഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നുണ്ടോ, നല്ല രസമാണത്. കാണുന്നുണ്ടോ അറ്റത്ത് നിങ്ങൾക്ക് ഞാൻ ബ്രൈറ്റ്നസ് കുറയ്ക്കുമ്പോൾ അവിടെ. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരുപാട് വണ്ടികൾ വേറെയും വന്നിട്ടുണ്ട്. നല്ല രസമല്ല ഇങ്ങനെ കാടും ഇതൊക്കെ കാണാനായിട്ട്. കാടല്ല, സോറി, നാടും തെങ്ങും കാണാനായിട്ട്. ബാക്കി നമ്മൾ അവിടെ നിന്നിട്ട് കാണിക്കാം. പോകുന്ന വഴിയിൽ അവിടെ കുറച്ച് കാട് പോലത്തെ സംഭവങ്ങൾ. ഒരു വ്യക്തിയുടെ പറമ്പ് കൂടെ ആയിട്ടാണ് നമ്മൾ പോണത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്ത് രസമല്ല തെങ്ങൾ നിൽക്കണല്ലേ, നോക്കണ കുഞ്ഞേ അല്ലേ? നമ്മളെ അറ്റത്തുനിന്നൊരു വ്യൂ കാണുന്നുണ്ടോ? വ്യൂ കാണുന്നുണ്ടോ? ഡേ ഓഫ് മൈ ലൈഫിന്റെ പാർട്ട് ഇട്ടതൊക്കെ ഇപ്പൊ തീരെ വെള്ളമില്ലാത്ത നമ്മുടെ പുഴയാണ് ഇട്ടത്. ഇവിടെ കിടക്കണ്ടോ? അങ്ങനെ നമ്മൾ പുഴയുടെ അവിടേക്ക് എത്താറായി. പുഴയുടെ അവിടേക്ക് എത്താറായി എന്ന് മാത്രമല്ല, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വ്യൂ. നല്ല അടിപൊളി സ്ഥലമല്ലേ? അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.